ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? നമ്മുടെ പ്രിപ്പോസിഷനായ ഇൻ ടുവും ഓൺ ടുവുമാണ്. ഇന്നും ഓണും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഇൻ ടുവും ഓൺ ടുവും എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുക എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നും ഓണും യൂസ് ചെയ്തത് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു അകത്ത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അകത്ത് വെക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓൺ എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൻ്റെ മുകളിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു പ്രതലത്തിൻ്റെ മുകളിൽ വെക്കുക, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻ ടു ഓൺ ടു പറയുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നും ഓണും പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അതുപോലെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ ഈ പറയാൻ പോകുന്നത്. അവൻ ബെഡിൽ കിടക്കുകയാണ്. അവൻ ബെഡിൽ കിടക്കുകയാണ്. ഈ ഒരു സംഭവം ബെഡിൽ കിടക്കുകയാണ്, ഇത് ബെഡിന് മുകളിലായത് കൊണ്ട് തന്നെ നമുക്കൊക്കെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓണാണോ ഇന്നാണോ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആരും സംശയിക്കേണ്ട. നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഹീ ഈസ് ലേയിങ് ഇൻ ബെഡ്. ഹി ഈസ് ലേയിങ് ഇൻ ബെഡ്. ഞാൻ ഈ ബെഡിൽ ഉറങ്ങുകയാണ് എന്ന് പറയണമെങ്കിലോ, ഞാൻ ഈ ബെഡിൽ ഉറങ്ങുകയാണ്. ഞാൻ അല്ലേ ഉറങ്ങുന്നത്. അപ്പം ഐ ആം സ്ലീപ്പിംഗ് ഇൻ ദിസ് ബെഡ്. ഐ ആം സ്ലീപ്പിംഗ് ഇൻ ദിസ് ബെഡ്. ഞാൻ ഈ ബെഡിൽ ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബെഡിൽ ഉറങ്ങുക, കിടക്കുക, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ന് തന്നെയാണ്. കാരണം നമ്മളൊരു ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലൊക്കെ സുഖമായിട്ട് കിടക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു ബ്ലാങ്കറ്റ്, ഒരു പില്ലോ ഒക്കെ നമ്മൾ ബെഡിന് മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓൺ ദി ബെഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിങ്ങനെ പറയാണ്, അവൾ ബെഡിൽ ഇരുന്ന് പഠിക്കുകയാണ്. അവൾ ബെഡിലിരുന്ന് പഠിക്കുകയാണ് അല്ലേ? ബെഡിന് മുകളിൽ ഇരുന്നിട്ട് പഠിക്കുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ പില്ലോകൾ, പുതപ്പ്, അതൊക്കെ ബെഡിന് മുകളിൽ വെക്കാറല്ലേ ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയേണ്ടത് ഓൺ എന്നാണ്. അപ്പം അവൾ ബെഡിൽ ഇരുന്ന് പഠിക്കുകയാണ്. എന്താ പറയുക? ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ബെഡ് സ്റ്റഡിയിങ്. ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ബെഡ് സ്റ്റഡിയിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയാലോ? ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബെഡിന് മുകളിലായിട്ട് എന്തെങ്കിലും ഒരു സാധനം വെക്കുകയോ നമ്മൾ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൺ ദ ബെഡ് എന്ന് പറയാം. എന്നാൽ നമ്മളവിടെ കിടക്കുകയാണെങ്കിൽ ഇൻ ബെഡ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇൻ ടുവും ഓൺ ടുവും എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിങ്ങനെ പറയുകയാണ്, അവൾ ഉറങ്ങാൻ ബെഡിലേക്ക് കയറുകയാണ്. അവൾ ഉറങ്ങാൻ ബെഡിലേക്ക് കയറുകയാണ്. അതായത് നമ്മൾ ഇൻ ടു യൂസ് ചെയ്യുന്നത്. ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മളതിൻ്റെ അകത്ത് ഒരു സാധനം വെച്ച സമയത്താണ് നമ്മൾ പറയുന്നത്. എന്നാൽ ആ ഒരു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ വരുന്ന മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ ഇൻ ടു എന്ന് യൂസ് ചെയ്യുന്നത്. അവൾ ഉറങ്ങാൻ ബെഡിലേക്ക് കയറുകയാണ്. അവൾ ഉറങ്ങാൻ ബെഡിലേക്ക് കയറുകയാണ്. നമ്മൾ കയറിയിട്ടില്ല, ആ റൂമിൽ നിന്ന് ബെഡിലേക്ക് കയറാനിരിക്കുകയാണ്, അല്ലെങ്കിൽ കയറുകയാണ്. ആ ഒരു ചലനമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഷീ ഈസ് ക്ലൈംബിങ് ഇൻ ടു ബെഡ് ടു സ്ലീപ്പ്. എന്താണ്? ഷീ ഈസ് ക്ലൈംബിങ് ഇൻ ടു ബെഡ് ടു സ്ലീപ്പ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഇവിടെ നോക്കൂ, പുറത്തു നിന്ന് ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റ്, ആ സമയത്ത് എന്താണ് പറയേണ്ടത്? ദ ടീച്ചർ കെയിം ഇൻ ടു ദ ക്ലാസ് റൂം. ദ ടീച്ചർ കെയിം ഇൻ ടു ദ ക്ലാസ് റൂം. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ മനസ്സിലാകുന്നുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഇൻ ടു യൂസ് ചെയ്യും. ഇനി ഇത് വേറൊരു കേസിലും പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ പറയുകയാണ്, വിദ്യാർത്ഥി പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചു. വിദ്യാർത്ഥി പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ സ്റ്റുഡൻറ്റ് എൻറ്റേർഡ് ദ എക്സാം ഹാൾ. സ്റ്റുഡൻറ്റ് എൻറ്റേർഡ് ദ എക്സാം ഹാൾ. എൻറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ്. ഇങ്ങനെ പറയുമ്പം നമ്മളവിടെ ഒരിക്കലും ഇൻ ടു യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എൻറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അവിടെ ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടതില്ല. ഇനി ടീച്ചർ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്, ഇവിടെ ഓൺ ദ സ്പോട്ടിലുള്ള കണ്ടിന്യൂസ് ടെൻസാണ് പറയുന്നത്. അപ്പം ദ ടീച്ചർ ഈസ് എൻറ്ററിങ് ദ ക്ലാസ് റൂം. ദ ടീച്ചർ ഈസ് എൻറ്ററിങ് ദ ക്ലാസ് റൂം. ടീച്ചർ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മളത്
കണ്ടിന്യൂസ് ടെൻസിലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെയും നമ്മൾ ഇൻ ടു യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഇങ്ങനൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിലും, ടീച്ചർ ഓഫീസിൽ നിന്ന് ക്ലാസ്സിലേക്ക് വന്നു. ടീച്ചർ ഓഫീസിൽ നിന്ന് ക്ലാസ്സിലേക്ക് വന്നു. ഇത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് വരികയാണല്ലോ, അവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്? അവിടെയും നമ്മൾ ഇൻ ടു അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ദ ടീച്ചർ കെയിം ടു ദ ക്ലാസ് ഫ്രം ദ ഓഫീസ്. ദ ടീച്ചർ കെയിം ടു ദ ക്ലാസ് ഫ്രം ദ ഓഫീസ്. ഇവിടെയും നമ്മൾ ടൂവും ഫ്രമും വന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ടൂവും ഫ്രമും ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ, അല്ലെങ്കിൽ ഒരു ടൈം മുതൽ ഒരു ടൈം വരെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂവും ഫ്രമും യൂസ് ചെയ്യുള്ളൂ. ഇതേ കേസ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ഈ ഒരു സംഭവം പറയാൻ കാരണം എന്താണ്? കൺഫ്യൂഷൻ വേണ്ട. മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മൂവ്മെൻറ്റ് പെടുമല്ലോ, അവിടെ നിന്ന് ഇവിടേക്ക്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊന്നും നമ്മൾ ഇൻ ടു അല്ല യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ ടു ആണ്. ഈ ഓൺ ടു നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? ഓൺ ടുവും ഓണും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു പ്രതലത്തിന് മുകളിൽ ഒരു സാധനം വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മളവിടെ ഓണെന്ന് യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതലത്തിലേക്ക് നമ്മളൊരു സാധനം കൊണ്ടുപോകുന്ന ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇൻ ടുവിൽ പറഞ്ഞ പോലെ തന്നെ, ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓൺ ടു എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളെ കയ്യിലൊരു മൊബൈലുണ്ട്. ആ മൊബൈൽ, എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്. ആ മൊബൈൽ എനിക്ക് ടേബിളിന് പുറത്തേക്ക് വെക്കണം, സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ ഫോൺ മേശപ്പുറത്ത് വെക്കുകയാണ്. ഞാൻ ഈ ഫോൺ മേശപ്പുറത്ത് വെക്കുന്ന ആ ഒരു സിറ്റുവേഷന്. അപ്പോൾ നമ്മളെങ്ങനെ സെൻറ്റൻസ് പറയും? ഐ എം കീപ്പിംഗ് ദിസ് ഫോൺ ഓൺ ടു ദ ടേബിൾ. ഐ എം കീപ്പിംഗ് ദിസ് ഫോൺ ഓൺ ടു ദ ടേബിൾ. ഞാൻ ഈ ഫോൺ ടേബിളിന് മുകളിൽ വെക്കുന്നു എന്നാണ്. അപ്പോൾ വെക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ അപ്പോൺ എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷനും ഇതേപോലെ തന്നെയാണ്. അതായത് ഒരു സംഭവത്തിന് മുകളിലേക്ക് എത്തുന്ന ആ ഒരു ചലനത്തെ പറയുന്ന ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ടു എന്ന് യൂസ് ചെയ്യുന്നത്. ഓണും ഇന്നുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിപ്പോസിഷനും കൂടി എടുത്തത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ ആപ്പിൾ പ്ലേറ്റിൽ വെക്കുകയാണ്. ഞാൻ ആപ്പിൾ പ്ലേറ്റിൽ വെക്കുകയാണ് അല്ലേ. കുറച്ച് ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് എന്നിട്ട് അവിടെ വെക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്, ആ മൂവ്മെൻറ്റിന് സമയത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഐ എം പുട്ടിങ് ദ ആപ്പിൾ ഓൺ ടു ദ പ്ലേറ്റ്. ഐ എം പുട്ടിങ് ദ ആപ്പിൾ ഓൺ ടു ദ പ്ലേറ്റ്. ഞാൻ ആപ്പിൾ പ്ലേറ്റിൽ വെക്കുകയാണ്. ഇവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് തെറ്റുകയൊന്നുമില്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓൺ ടു ആണ് യൂസ് ചെയ്യുക എന്ന് പഠിച്ചിരിക്കണം. അതായത് ആ വെക്കുന്ന ആ മൂവ്മെൻറ്റ്, വെക്കുകയാണല്ലോ, ആ സമയത്ത് നമ്മൾ ഓൺ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്, കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളത് ആക്ഷൻ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. കാരണം അതിൻ്റെ ആ ഒരു ലെവൽ കാണിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കിട്ടും. അപ്പോൾ എനിക്കതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതൊന്നും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ ഗ്രാമർ പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻ ടുവും ഓൺ ടുവും യൂസ് ചെയ്യുന്നത്. ഇന്നും ഓണും യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.